സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം ജീവിച്ചു തീർക്കണം നിങ്ങളുടെ ജീവിതം എന്നാണ്. മനസ്സിലായില്ലേ? അധികാര പദവിയിലേക്കും, കാരണം അവരുടെ കയ്യിലല്ലേ കയ്യെത്തുന്ന അകലത്തിലും അധികാരത്തിന്റെ വലിയ വലിയ പദവികൾ ഉണ്ടായിരുന്നു. അവരെടുത്തിട്ട് അത് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നത്. അദ്ദേഹത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കമന്റ് ഇപ്പോഴും മനസ്സിലുണ്ട്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ലീഗിന്റെ ചട്ടിയിൽ വേവുമെന്ന്. അതിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിം ലീഗിന്റെ ഒരു പോഷക ഘടകമാണ് KMCC എന്ന് വെച്ചാൽ കേരള മുസ്ലിം കൾച്ചർ സെന്റർ എന്നാണ്. അപ്പൊ അതിന്റെ മുഖ്യ പ്രവർത്തനം സാംസ്കാരികമാണ്. പക്ഷേ പ്രവാസ ലോകത്ത് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് കാരുണ്യ മേഖലയാണ്. ലീഗിൽ നിന്നിട്ട് ഒരു വട്ടം CH മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ ലീഗ് അല്ലെങ്കിൽ എത്ര വട്ടം ആ പദവിയിൽ വരുമായിരുന്നു? മാന്യപ്രേക്ഷകർക്ക് ഹമാ മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗമായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷൻ ഷെരീഫ് കുറ്റൂർ സാഹിബാണ്. വെൽക്കം ഷെരീഫ് സാർ. ഷെരീഫ് സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്ത് കുറഞ്ഞ നാളുകൾക്ക് ശേഷം കൊറോണ ഒക്കെ വന്ന് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയത്. എന്തായിരുന്നു ഈ ഒരു കഴിഞ്ഞ പീരീഡിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ആ സംഘടനക്കാലം എങ്ങനെയായിരുന്നു? ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ചുമതല ഏൽക്കുന്നത് ഒരു വല്ലാത്ത കാലത്തായിരുന്നു. ലോകം വാതിലടച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. മനുഷ്യന്മാരൊക്കെ ഡബിൾ മാസ്ക് അണിഞ്ഞാണ് പുറത്ത് പോയിരുന്നത്. മാത്രമല്ല കൂട്ടം കൂടാൻ പാടില്ല, പുറത്ത് പോവാൻ പാടില്ല. അങ്ങനൊരു വല്ലാത്ത കാലമായിരുന്നു. കോവിഡിന് മുൻപും ശേഷവുമായിട്ട് ലോകക്രമം തന്നെ വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. കോവിഡാനന്തരമായൊരു ലോകമുണ്ട്. അത് ബിസിനസ് രംഗത്തുണ്ട്, രാഷ്ട്രീയ രംഗത്തുണ്ട്, ഒരു വ്യക്തിയിൽ അത് വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അങ്ങനെ 2 കോവിഡ് കഴിഞ്ഞ ഒരു ഘട്ടം എന്ന് വെച്ചാൽ പള്ളികൾ പോലും അടച്ചിടപ്പെട്ട, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാധനകൾക്ക് പോലും തടസ്സം നേരിട്ട ഒരു പ്രധാനമായ ഘട്ടമാണ് കോവിഡ്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു ശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അപൂർവത സംഭവിച്ചു. 2ാം തവണയും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 5 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ട് വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട ഘട്ടം. ഈ ഘട്ടത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വരുന്നത്. സ്വാഭാവികമായിട്ടും മറ്റൊരു അവസ്ഥയായിരുന്നു സംഘടനാ തലത്തിലും സാമൂഹിക അന്തരീക്ഷത്തിലും ഉണ്ടായിരുന്നത്. ആ അവസ്ഥയെ അഭിമുഖീകരിക്കണം, ആ അവസ്ഥയെ ഭേദിച്ച് സംഘടനയെ കൊണ്ടുപോകണം. അങ്ങനെ കുറെ ആലോചനകളും ചിന്തകളും ഉണ്ടായ ഒരു ഘട്ടം, അനിവാര്യമായ ഒരു ഘട്ടം. അതായിരുന്നു ഞങ്ങളുടെ കമ്മിറ്റി വന്നൊരു ഘട്ടം. അതെ, വല്ലാത്തൊരു സാഹചര്യത്തിൽ കടന്നു പോയത്. ഇപ്പം കമ്മിറ്റിയൊക്കെ ഏറെക്കുറെ കാലാവധി അവസാനിക്കാൻ പോവാണ്. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഒരു സംഘടന കാലഘട്ടം പൂർണ്ണമായിട്ട് തൃപ്തനാണെന്ന് പറയാൻ പറ്റുമോ? സംതൃപ്തനാണോ? അല്ല, പൂർണ്ണമായിട്ടും ഞാൻ സംതൃപ്തനാണെന്ന് ഒരിക്കൽ പോലും പറയാൻ സാധിക്കും. അത് വല്ലാത്തൊരു മറുപടിയാണ്. അല്ല, കാരണം അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ശൈലികളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല, കുറെ പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പദ്ധതികളൊക്കെ പ്രാവർത്തികമായിരുന്നുവെങ്കിൽ സംഘടനയുടെ സൗന്ദര്യം വർദ്ധിക്കുമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ പ്രാവർത്തികമായിരുന്നുവെങ്കിൽ പാർട്ടി മറ്റൊരു എന്താ പറയുക, ഒരു ദിശയിലൂടെ പോകുമായിരുന്നു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് പല ഘട്ടത്തിലും പല കാരണങ്ങൾ കൊണ്ടും പല സാഹചര്യങ്ങളാണ്, സന്ദർഭങ്ങളാണ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. പക്ഷെ പൂർണ്ണ സംതൃപ്തനാണെന്ന് എന്തായാലും പറയാൻ വയ്യ. വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് കാഴ്ചപ്പാടുകൾ, പക്ഷെ ആ സംഘടന പദവിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ ആ ഒരു പദവിയിൽ എത്തിയതിനു ശേഷം നമുക്ക് ആ ഒരു കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തടസ്സം നേരിട്ടു എന്നുള്ളതാണോ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായിട്ടും ഒരു പുതിയ കാലമാണ്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി. അത് ഏത് സംഘടനയിലും നേരിടുന്ന ഒന്നാണ്. ഞാനതിന് ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ആരെങ്കിലും പൈചാരുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു ആത്മവിമർശനം പോലെ അത് പറഞ്ഞു എന്ന് മാത്രം. കട്ടക്ക് കൂടെ നിന്നവരാണ് കൂടെയുള്ള സഹപ്രവർത്തകർ. അവരിൽ ആരിലേക്കും ഈ വാക്ക് പോകുന്നില്ല. താഴെത്തട്ടിലുള്ളവരും അങ്ങനെ തന്നെയാണ്. ചില സാഹചര്യങ്ങൾ
അത് പൂർണ്ണത വരുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ നമ്മളിങ്ങനെ നോക്കി കാണുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളതാണ് അല്ലെ. ഇപ്പോൾ ഈ മാതൃഭൂമിയുടെ ഫെസ്റ്റിവൽ നടക്കുന്നു, ഹോർത്തൂസ് മലബാറിക്കസ് മനോരമ നടത്തുന്നു, KLF നടത്തുന്നു. പക്ഷേ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നുള്ളത് പലപ്പോഴും നമ്മളൊക്കെ തന്നെ സംശയദൃഷ്ടിയോട് കൂടിയിട്ട് നോക്കി കണ്ടിട്ടുണ്ട്. കാരണം ഇത് എത്രമാത്രം നടപ്പിലാവോ എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഏതെങ്കിലും ഭാഗത്തു നിന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രകടിപ്പിച്ചിരുന്നോ? മലയാളത്തിലെ ഒരു സാഹിത്യ സാംസ്കാരിക മേഖലയിലുള്ള ഒരു പ്രമുഖ വ്യക്തിയോട് അദ്ദേഹത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കമന്റ് ഇപ്പോഴും മനസ്സിലുണ്ട്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ലീഗിന്റെ ചട്ടിയിൽ വേവുമെന്ന്. അതായിരുന്നു കമന്റ്. അത് വലിയൊരു അജ്ഞതയിൽ നിന്നുണ്ടായ ഒരു കമന്റാണത്. കാരണം ആ ചോദ്യം തളർത്തിയോ? അതൊരിക്കലും തളർത്തില്ല. ഞങ്ങള് CH നടന്ന വഴിയിലൂടെ നടക്കാനാണ് നോക്കുന്നത്. അതൊരു വല്ലാത്ത വഴിയാണ്, അതിലെല്ലാം ഉണ്ട്. പക്ഷെ മുസ്ലിം ലീഗിന് പരിചിതമല്ലാത്തൊരു മേഖലയല്ല. അല്ല, മുസ്ലിം ലീഗിന് പരിചിതമല്ലാത്തൊരു മേഖല ഒന്നുമല്ല. അതായത് 70കളിൽ ലീഗ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട്. തിരൂരങ്ങാടിയാണ് അതിന് വേദിയായത്. MK ഹാജിയെ പോലുള്ളവരാണ് അതിൻ്റെ സംഘാടനത്തിന് മുന്നിട്ടിറങ്ങിയത്. MK ഹാജി വളരെ ചെറിയ വിദ്യാഭ്യാസം കിട്ടിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പല പ്രത്യേകതകളുണ്ട്. 4ാം ക്ലാസ് വരെ പഠിച്ച ഒരാള് മലപ്പുറം ജില്ലയിൽ ഒരു കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. മരിക്കുമ്പോൾ ആ മനുഷ്യനായിരുന്നു ആ കോളേജിന്റെ മാനേജർ. അദ്ദേഹം 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് MK ഹാജിയാണ്. ആ കോളേജ് PSMO കോളേജാണ്. എന്നതുപോലെ MK ഹാജി ആയിരുന്നു ഇതിന്റെ സംഘാടനത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരാൾ. ഇത്ര ചെറിയ കാലം പരിമിതമായ വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിട്ടും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എന്നൊരാശയം മനസ്സിലാക്കിയിട്ട് ഇതിന് വേദി ഒരുക്കി കൊടുക്കുകയായിരുന്നു അദ്ദേഹം. CH മുഹമ്മദ് കോയ സാഹിബാണ് ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് നേതൃത്വം കൊടുത്തത്. മലയാളത്തിലെ അന്നത്തെ വെള്ളിത്തിരയിലെ ഏറ്റവും ശ്രദ്ധേയൻ പ്രേം നസീറാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അത് 70 കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പിന്നീട് തുടർച്ചകൾ ഉണ്ടായില്ല എന്ന് മാത്രം. ഒന്നത്. മറ്റൊന്ന്, ഇന്നും ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരുമായ മലയാളത്തിലെ എഴുത്തുകാരുടെ കയ്യിൽ എഴുത്തിനുള്ള ആദ്യ പ്രതിഫലം വെച്ചുകൊടുത്ത പത്രത്തിന്റെ ഉടമസ്ഥർ മുസ്ലിം ലീഗാണ്, ചന്ദ്രികയാണ്. തീർച്ചയായിട്ടും ചന്ദ്രികയിൽ നിന്നാണ് എല്ലാ എഴുത്തുകാരും ആദ്യത്തെ പ്രതിഫലം വാങ്ങിയിട്ടുള്ളത്. അത് അവർ തന്നെ രേഖപ്പെടുത്തിയ സത്യമാണല്ലോ. അതുകൊണ്ട് ഒരു അകലെ നിന്ന് മുസ്ലിം ലീഗ് നോക്കിക്കാണേണ്ട ഒന്നൊന്നുമല്ല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പക്ഷെ നീണ്ട ഒരു ഇടവേള ഉണ്ടായി. ആ ഇടവേളകൾക്ക് ശേഷം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഒരു കാലമാണല്ലോ. കോഴിക്കോട് KLF നടക്കുന്നുണ്ട്. മലയാള മനോരമ ഓർത്തൂസുമായി രംഗത്തുണ്ട്. ഫെസ്റ്റിവൽ ഉണ്ട്, മാതൃഭൂമി. പിന്നെ ഫെസ്റ്റിവലുകളുടെ സ്ഥാപനങ്ങളും എല്ലാരും സംഘടനകളും ഒക്കെ ഫെസ്റ്റിവലിന്റെ ഒരു പ്രാദേശികമായിട്ടും ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ മാൽ ലവ് ലെഗസി ലിറ്ററേച്ചർ എന്ന പേരിലാണ് ഞങ്ങൾ ഫെസ്റ്റിവൽ നടത്തിയത്. ശേഷം തന്നെ സംഘടനക്കകത്ത് തന്നെ കൊച്ചു കൊച്ചു സംരംഭങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വരികയുണ്ടായി. സാംസ്കാരിക കേരളം അത് ഏറ്റെടുത്തു. തുടർന്ന് നടന്ന എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിലും ചർച്ചയായി. ഞങ്ങളിപ്പോൾ അതിന്റെ തുടർച്ചയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ഇനി ഒരു തുടർച്ച കാണണം, അല്ലെങ്കിൽ അതിന് ആതിഥേയത്വം വഹിക്കണം എന്ന ചിന്തയിൽ ആലോചിച്ചുകൊണ്ടിരിക്കും. ആദ്യ ഫെസ്റ്റിവൽ ഭയങ്കരമായിട്ടുള്ള ആത്മവിശ്വാസമാണ് നൽകിയത്. വലിയ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം പ്രശംസ കിട്ടിയ, ആളുകൾ നിരീക്ഷിച്ച, വിലയിരുത്തിയ, ഞങ്ങളുടെ പരിസരത്ത് ഞങ്ങളല്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ ഒഴുകി വന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യണം, ഞങ്ങൾ അങ്ങനെ വേദി ഒരുക്കണം, അവിടെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന 100 കണക്കിന് വ്യക്തിത്വങ്ങളെ കാണാൻ സാധിച്ചു. പക്ഷേ നമ്മൾ ആ ഒരു ഫെസ്റ്റിവലിൽ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ചെലവുള്ള ഒരു സംഭവമാണ്. പക്ഷെ പരസ്യമായിട്ടുള്ള പിരിവുകളോ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ സാധാരണ ചെയ്യാറുണ്ട്. അതിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടാൻ ചോദ്യം നന്നായി. അതിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിം ലീഗിന്റെ ഒരു പോഷക ഘടകമാണ് KMCC എന്ന് വെച്ചാൽ കേരള മുസ്ലിം കൾച്ചർ സെന്റർ എന്നാണ്. അപ്പൊ അതിന്റെ മുഖ്യ പ്രവർത്തനം സാംസ്കാരികമാണ്. പക്ഷേ പ്രവാസ ലോകത്ത് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് കാരുണ്യ മേഖലയാണ്. സംഘടന എന്താശയത്താണ് ഉൾക്കൊള്ളുന്നത് അത് സാംസ്കാരികമാണ്. ഞങ്ങള് ഇതിന്റെ ടൈറ്റിൽ സ്പോൺസർ ചെയ്തത് ദമാം KMCCയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ്. ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി തരുന്ന പണം, അതിന്റെ ഇരട്ടി പണം KMCC തന്നു.
അതിൻ്റെ പ്രവർത്തകന്മാർ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ മറിച്ചൊരു വാക്ക് പറയാതെ തന്നു. പിന്നീട് ഞങ്ങൾ ചെന്നത് UAE-യിലേക്കാണ്. ബഹുമാനപ്പെട്ട പുത്തൂർ റഹ്മാൻ സാഹിബ്, അദ്ദേഹം കുറച്ച് എഴുത്തും വായനയും ചിന്തയും ആലോചനയൊക്കെ ഉള്ള ഒരു KMCC നേതാവാണ്. അദ്ദേഹത്തോട് ഈ ആശയം അവതരിപ്പിച്ചു. പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. മലപ്പുറത്തൊരു ബുക്ക് ഫെയർ നടത്താൻ ലക്ഷങ്ങൾ വേണ്ടി വന്നിരുന്നു. ആ തുക അത്രയും അദ്ദേഹം തന്നു. ഒരു മനുഷ്യൻ ഞാൻ ആ തുക പൂർണ്ണമായിട്ടും തന്നു എന്ന് പറയാണ്. ആയിരക്കണക്കിന് മനുഷ്യന്മാരാണ് അദ്ദേഹത്തിന്റെ മകന്റെ നാമധേയത്തിൽ ഒരുക്കിയ ബുക്ക് ഫെയറിലേക്ക് വന്നത്. അദ്ദേഹവും മറ്റുള്ളവരും എല്ലാവരും കൂടിയിട്ട് UAE-യിലെ വിവിധ KMCC മീറ്റിങ്ങുകൾ വിളിച്ചു തന്നു. അത് വലിയൊരു ചരിത്രമാണ്. ഞാനതത്ര സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. അബുദാബിയിൽ മീറ്റിംഗ് നടന്നു, ദുബായിൽ നടന്നു, അജ്മാനിൽ നടന്നു, ഷാർജയിൽ നടന്നു, റാസൽ കൈമയിൽ നടന്നു. ഇതിൽ അജ്മാൻ, ഷാർജ, അബുദാബി, ദുബായ് എന്നിവിടങ്ങളിലുള്ള കമ്മിറ്റികൾ പൂർണ്ണമായിട്ടും സഹകരിച്ചു. ഞാൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവല് അവിടെ അവതരിപ്പിച്ചു. അത് നമുക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യേകതകളെ കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ സംസാരം കഴിഞ്ഞ് ഞാൻ സീറ്റിൽ ഇരുന്നേ ഉള്ളൂ. സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവർ സ്പോൺസർഷിപ്പ് പറയാൻ തുടങ്ങി. 60 ലക്ഷം രൂപയാണ് ഈ ഒരൊറ്റ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ സ്വരൂപിച്ചത്. KMCC-യാണ് മുന്നിൽ നിന്നത്. അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞത്. തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ സംശയഭേദമന്യേ അവരത് കൃത്യമായിട്ട് അതിലേക്ക്, കാരണം ഇത് ഒരു പ്രാവശ്യം പോലും ചെയ്തൊരു സംഭവമല്ല, ഒരു ആശയം മാത്രമാണ് മുന്നോട്ട്. ഒരു മുൻ മാതൃകയില്ല, ഒരു മുൻ മാതൃക പോലും ഇല്ല. സമ്മേളനം, പ്രകടനം, സിമ്പോസിയം, സെമിനാർ, ഇതൊക്കെ ഒരു പ്രവർത്തന വഴിയിലെ പിന്നെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഒരു മുൻ മാതൃകയില്ല, ഇല്ലാതെ ചെയ്ത സംഭവമാണ്. വൻ വിജയമായി. പക്ഷേ പല സാംസ്കാരിക നേതാക്കന്മാരും ലീഗ് അനുമതി തരുമോ, ലീഗ് കൂടെ നിൽക്കുവോ, ഇതൊക്കെ ചോദിച്ചത്. ആദ്യം ഇത് പോയി പറഞ്ഞത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടാണ്. മറിച്ചൊരു വാക്കു പറഞ്ഞില്ല, നടത്താൻ പറഞ്ഞു. ആ കാര്യങ്ങളെക്കുറിച്ച് ഇടക്കിടക്ക് അന്വേഷിച്ചുകൊണ്ടിരുന്നു. പിന്നെ രണ്ടാമത് സംസാരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന ഏറ്റവും വലിയ നേതാവ്. കാരണം ഈ പണം കൊണ്ടൊന്നും പോരാ. തീർച്ചയായിട്ടും ഞങ്ങൾ പൈസ ഉണ്ടാക്കാൻ ഒരാളെ വിളിക്കുന്നതും കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിക്കുന്നതും രണ്ടാണ്. ഞങ്ങൾക്കൊപ്പം ഇരുന്നിട്ട് പലർക്കും ഫോൺ ചെയ്ത് ഇതിന് സഹായം വാങ്ങി തന്നു. ഈ പരിപാടികൾ നിരീക്ഷിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ കുറെ നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അതുപോലും അദ്ദേഹം അതിനൊന്നും ഇളക്കം വരൂലല്ലോ, ആളുകളുടെ മേലിൽ വീഴൂലല്ലോ, ശ്രദ്ധിക്കണം, ഗസ്റ്റുകളെ നന്നായി നോക്കണം എന്ന രീതിയിൽ പോലും ഇടക്കിടക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു. നല്ല സപ്പോർട്ട് അദ്ദേഹം. അത് വലിയൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം സമദാനിയും മുനീർ സാഹിബും അവർ നൽകിയ പിന്തുണ, അവരൊക്കെ പിന്നെ അതുമായിട്ട് ഭയങ്കരമായിട്ട് അവരുടെ പിന്തുണ വളരെ ചെറുതല്ല. ഏറ്റവും സന്തോഷകരം, പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളായിരുന്നു ഇതിന്റെ ചെയർമാൻ, ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ചെയർമാൻ. അദ്ദേഹത്തോടൊപ്പം ഇരുന്നാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഫുൾ ഡിസൈൻ ചെയ്തത്. ഒരുപാട് പേരെ പറയേണ്ടതുണ്ട്. ഇതിന്റെ ഡയറക്ടർ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവുണ്ട്. ഇതിന്റെ ക്യൂറേറ്റർമാരായി പ്രവർത്തിച്ച എഴുത്തുകാരൻ നമ്മുടെ മുക്താർ ഉദരംപുഴയിലുണ്ട്. അതുപോലെ തന്നെ മുഹസിൻ ബുക്കാഫെ ഉണ്ട്. പ്രസാധക രംഗത്ത് ശ്രദ്ധേയനാണ്. ഈ വഴിയിൽ നല്ല ബന്ധങ്ങളുള്ള ഒരാളാണ്, ഭാവനാ സമ്പന്നനാണ്. ഇവരുടെ ഒക്കെ പിന്തുണ ഉണ്ട്. മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് ലീഡർഷിപ്പ് കൊടുത്തത്. അടിപൊളി. മാത്രമല്ല ഇപ്പൊ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതിന്റെ തുടർച്ച ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, തുടർച്ച വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇതര പാർട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റു സഹോദര സമുദായങ്ങൾക്കിടയിലൊക്കെ തന്നെയും ഈ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ മുസ്ലിം ലീഗിനോടുള്ള നിലവിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായകമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? നന്നായിട്ട് വിചാരിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇതിന്റെ തുടർച്ചകൾ ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന എഫക്റ്റ് ചെറുതല്ല. കാരണം ഇപ്പോഴും ഫോണിലേക്ക് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, SMS മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, തുടർച്ച വേണം എന്നാണല്ലേ. ഞാൻ ചോദിക്കാൻ കാരണം ഈ മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവെ മുസ്ലിം ലീഗിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നുള്ള പല അഭിപ്രായങ്ങൾ പല കോണും. ഒന്നാമത് സംഘടനകളുടെ ഒരു ബാഹുല്യം, ഒരുപാട് എണ്ണം കൂടിയല്ലോ. എണ്ണം കൂടുമ്പോൾ പലതരത്തിലുള്ള സംഘടന, മതപരമായിട്ടുള്ള സംഘടനകളും തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ പൊതുവെ മുസ്ലിം ലീഗിന് മുസ്ലിങ്ങൾക്കിടയിൽ ഈ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രതാപം കുറയുന്നു, അംഗീകാരം കുറയുന്നു എന്നുള്ളൊരു കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഷെരീഫ് സാഹിബ് അതിനെ നോക്കി കാണുന്നത്?
അല്ല, അത് പൂർണ്ണമായിട്ടും ശരിയല്ല. മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം സമുദായത്തിനും ഒരിക്കലും അകറ്റി നിർത്താൻ പറ്റുന്ന ഒരു സംവിധാനമല്ല മുസ്ലിം ലീഗ്. അതൊരു ഘട്ടത്തിലും അങ്ങനെ ആവുകയുമില്ല, അങ്ങനെ ആവാൻ കഴിയുകയുമില്ല. മുസ്ലിം സമുദായത്തിൻ്റെ നാനോന്മുഖമായ കാര്യങ്ങളുമായി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ബന്ധിതമാണ്. മാത്രമല്ല, അത് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. അതിന് കുറേ സംഗതികളുണ്ട്. കേരളത്തെക്കാളേറെ പണ്ഡിതന്മാർ ഉത്തരേന്ത്യയിൽ പല ഭാഗത്തുണ്ട്. നല്ല വ്യവസായികളായ മുസ്ലിങ്ങളുണ്ട്. വലിയ ചരിത്രവും പറയാനുണ്ടായിരുന്നു. കേരളത്തിൽ അതൊന്നുമില്ല. പക്ഷേ അവിടെയൊക്കെ ഉലമാക്കളെ വഴിക്കുപോയി, ഉമറാക്കളെ വഴിക്കും പോയി. ഇവിടെ ഉലമാക്കളെയും ഉമറാക്കളെയും ബന്ധിപ്പിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗ് നേതാക്കളാണ്. ബാഫക്കിത്തങ്ങളെയും പൂക്കോയത്തങ്ങളെയും പോലുള്ളവരാണ്. ഇപ്പോൾ പൂക്കോയത്തങ്ങളെക്കുറിച്ച് ബാഫക്കിത്തങ്ങൾ നടത്തിയൊരു പ്രസംഗം, ഒരുപാട് സൈന്യങ്ങൾ സ്വന്തമായിട്ടുള്ള സർവ്വ സൈന്യാധിപനാണ് പൂക്കോയത്തങ്ങൾ എന്നാണ്. അദ്ദേഹത്തെ വേദിയിലിരുത്തി നടത്തിയ ഒരു സംസാരമാണ്. അപ്പോൾ ഏതാണ് ഈ ഒരുപാട് സൈന്യങ്ങൾ എന്ന് ചോദിച്ചാൽ, കടലിൽ പോകുന്നവർ ഒരു സൈന്യമാണ്, തോട്ടം തൊഴിലാളികൾ വേറൊരു സൈന്യമാണ്, ഇവിടുത്തെ ഉലമാക്കൾ വേറൊരു സൈന്യമാണ്, ഇവിടുത്തെ ഉമറാക്കൾ മറ്റൊരു സൈന്യമാണ്. അങ്ങനെ എല്ലാവരും കയ്യിലുള്ള സർവ്വ സൈന്യാധിപനാണ് പൂക്കോയത്തങ്ങളെന്ന് ബാഫക്കിത്തങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് അവിടെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. പിന്നെ മുസ്ലിം സമുദായം എല്ലാ സമുദായത്തെയും പോലെയല്ല. മുസ്ലിം സമുദായത്തിന് കൃത്യമായ സംഘടനാ സംവിധാനങ്ങളുണ്ട്, സിസ്റ്റമുണ്ട്. അവർക്കൊക്കെ സിലബസ് ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്, നല്ല ഭൗതിക സന്നാഹങ്ങളുണ്ട്, പത്രമുണ്ട്, ആഴ്ചപ്പതിപ്പുണ്ട്, വാരികയുണ്ട്. ഓരോ വർഷവും വളരെ ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഓരോ സ്ഥാപനത്തു നിന്നും പുറത്തിറങ്ങുന്നുണ്ട്. അവർ ഒരുപാട് ഭാഷ സംസാരിക്കുന്നവരാണ്, നന്നായി എഴുതുന്നവരാണ്, വായിക്കുന്നവരാണ്, നല്ല ആലോചന ഉള്ളവരാണ്, വളരെ സംവേദനക്ഷമതയുള്ള അജണ്ടകൾ കയ്യിലുള്ളവരാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതകളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അതാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമുദായത്തിൽ അങ്ങനത്തെ കുറേ ചലനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ പോലും അവർക്ക് അകറ്റി നിർത്താൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെയായി, കുറഞ്ഞ ദിവസമാണെങ്കിൽ പോലും. CH ഇവിടെയാണ് ഞാൻ നിൽക്കേണ്ടതെന്ന ചിന്ത കൊണ്ടല്ലേ മുസ്ലിം ലീഗിൻ്റെ ലീഗിൽ നിന്നിട്ട് ഒരു വട്ടം CH മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ, ലീഗ് അല്ലെങ്കിൽ എത്ര വട്ടം ആ പദവിയിൽ വരുമായിരുന്നു. തീർച്ചയായിട്ടും. കാരണം കേരളം കണ്ട ഏറ്റവും അതിപ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്, നവോത്ഥാന നായകനാണ് CH. അപ്പം ലീഗ് ആയതുകൊണ്ടാണ് അവിടെ കുറച്ച് വന്നത്. ലീഗ് അല്ലെങ്കിൽ പക്ഷെ ഞാൻ നിൽക്കേണ്ട ഇടം ഇതായിരുന്നുവെന്ന് CH തിരിച്ചറിഞ്ഞു. മുസ്ലിം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കിത്തങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെയാണ് മരണപ്പെട്ടു പോയത്. പൂക്കോയത്തങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത്. മരിക്കുമ്പോൾ തൻ്റെ മക്കൾക്ക് കൊടുത്ത വസിയത്ത് സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പം ജീവിച്ചു തീർക്കണം നിങ്ങളുടെ ജീവിതം എന്നാണ്. മനസ്സിലായില്ലേ? അധികാര പദവിയിലേക്കും, കാരണം അവരുടെ കയ്യിലല്ലേ കയ്യെത്തുന്ന അകലത്തിലും അധികാരത്തിന്റെ വലിയ വലിയ പദവികൾ ഉണ്ടായിരുന്നു. അവരെടുത്തിട്ട് അത് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നത്. സമുദായത്തിനറിയാം ഇവരൊക്കെ നിൽക്കുന്നത്, നിലകൊള്ളുന്നത്, ജീവിക്കുന്നത് ഞങ്ങൾക്കും കൂടി വേണ്ടിയാണെന്ന്. പിന്നെ ഇതര സമുദായം, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരെ നോവിക്കാതെ, അവരെ വേദനിപ്പിക്കാതെ, അവരുടെ അവകാശങ്ങളിൽ കൈവെക്കാതെ, അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആനുകൂല്യം പിടിച്ചു വാങ്ങാതെ സ്വന്തം സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്ന ലീഗിനെ അവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ മഞ്ചേശ്വരം, കാസർഗോഡ് പോലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ ഒറ്റക്ക് വോട്ട് ചെയ്താൽ ജയിക്കില്ലല്ലോ. അപ്പം നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട ഒരു ഹിന്ദു പ്രഭാതത്തിൽ ക്ഷേത്രത്തിൽ പോയിട്ട് പോളിംഗ് ബൂത്തിൽ വരുന്നുണ്ട്. അപ്പം അയാൾ പോളിംഗ് ബൂത്തിൽ കാണുന്ന ചിഹ്നം ഫസ്റ്റ് കോണിയും എതിർ ചിഹ്നം താമരയാണ്. താമര നരേന്ദ്രമോദിയുടേതാണ്, കോണി പാണക്കാട്ട് തങ്ങളുടേതാണ്. നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട ഒരു ഹിന്ദു എന്ത് ചിന്തിക്കണം? പക്ഷെ അവിടെ ചിന്തിക്കുന്നത് എനിക്ക്, എൻ്റെ നാടിന്, ഈ സമൂഹത്തിന് അനിവാര്യം, അഭികാമ്യം പാണക്കാട്ട് തങ്ങളുടെ കോണിയാണെന്ന് അവരുടെ ചിന്തയാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു വിശ്വാസമാണ്, ഒരു വിശ്വാസം. ലീഗ് സമൂഹത്തിന് കൊടുത്ത ഒരു മെസ്സേജാണ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയാൽ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് മൂന്നാമതൊരാൾ കേൾക്കുന്നില്ലെങ്കിലും
വർഗീയത പറയരുത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു, സമുദായത്തിൻ്റെ നേരായ ദിശയിലൂടെ ലീഗ് കൊണ്ടുപോയി. പക്ഷേ അതിന് കോട്ടം തട്ടിക്കാൻ, സമുദായങ്ങളെ തമ്മിൽ അകറ്റാൻ, അത് സീറ്റാക്കാനും വോട്ടാക്കാനും അധികാരമാക്കാനും നരേന്ദ്രമോദിയുടെ ചുവട് പിടിച്ച് പിണറായിയും ശ്രമിക്കുന്ന ദുഃഖകരമായ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ സമുദായം അത് തിരിച്ചറിയും.